ഹലോ ഗൈസ്, നമുക്കിന്ന് നോർമൽ രീതിയിൽ നമുക്കൊരു ഞണ്ട് വരട്ടി വീഡിയോ ഉണ്ടല്ലോ. നമുക്ക് ആദ്യം നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് പാറഞ്ഞണ്ടാണ് അഥവാ കരിഞ്ഞണ്ടാണ്. നമുക്ക് അതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയുള്ളി, ജിഞ്ചർ, ഗാർലിക്ക്, കറി ലീവ്സ്, ഗ്രീൻ ചില്ലി, ഇതാണ് നമുക്ക് വേണ്ടത്. നമ്മൾ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം നമ്മൾ ജിഞ്ചർ, ഗാർലിക്ക്, ഗ്രീൻ ചില്ലി ഒക്കെ നന്നായിട്ട് സോട്ടായതിന് ശേഷം കുറച്ച് കറിവേപ്പില അതിലേക്ക് ആഡ് ചെയ്യാം. പിന്നീട് അതൊക്കെ ഒന്ന് സോട്ടായി വരുന്ന ടൈമിൽ നമുക്ക് കുഞ്ഞുള്ളിയാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അത് നന്നായി ആഡ് ചെയ്ത് അത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. നമുക്ക് അത് ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോൾ അതിന് മാത്രം സോട്ടാവണമെന്നില്ല. ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ടർമറിക് പൗഡർ, കൊറിയാൻഡർ പൗഡർ, കുറച്ച് നമ്മൾ നോർമൽ എരിവുള്ള ചില്ലി പൗഡർ, അതും കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഞാൻ ചേർക്കുന്നുണ്ട് ഇതിൽ. പിന്നെ ശകലം ഗരം മസാലയും ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ വഴറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച് നമുക്ക് ഞണ്ടിനെ ചേർക്കാം. ഞണ്ടിനെ നമ്മളതിൽ ചേർത്ത് അത്യാവശ്യം നന്നായി ഒന്ന് ഈ മസാലയൊക്കെ ഒന്ന് അതിലേക്ക് പിടിക്കുന്ന നേരം ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യാം. നമുക്കതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കാം. ഫസ്റ്റ് നമുക്ക് ഓരോരുത്തർ ഇഷ്ടമാണ് ഉപ്പിൻ്റെ അളവ്, അപ്പോൾ കറക്റ്റ് എടുത്ത് പറയുന്നില്ല. പിന്നെ നമുക്ക് അതിലേക്ക് അത് കുക്കാവാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വന്നിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അടച്ചൊക്കെ ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കിയിട്ട് നൈസായി. പിന്നെ നമ്മൾ തുറന്ന് വെച്ചാണ് വേവിക്കുന്നത്, കാരണം നമുക്കിത് അത്യാവശ്യം ഡ്രൈ ആയിട്ടാണ് വേണ്ടത്. ഗ്രേവിയോ അല്ല സെമി ഗ്രേവിയോ ഒന്നുമല്ല, നമുക്ക് ഡ്രൈ ആയിട്ട് വേണ്ടതുകൊണ്ട് നമ്മളിനി ഓപ്പൺ ബോയിലാണ് ചെയ്യുന്നത്. നമുക്ക് അത്യാവശ്യം വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിച്ചെടുക്കാം. അതിൻ്റെ ഇടയിൽ ഞാൻ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്, പറയാൻ വിട്ടുപോയതാണ്. എന്നിട്ട് നമുക്ക് നന്നായി വറ്റിച്ചെടുത്തതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസി വരും. അതുവരെ നമുക്ക് എന്തായാലും വയറ്റിയെടുക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കണം, എല്ലാം അടി പിടിക്കും. പിന്നീട് നമുക്ക് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ തോട്ടുന്നൊക്കെ രണ്ടിനും കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഈ ഒരു റെസിപ്പി. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സപ്പോർട്ട് ചെയ്യും.